Hi students, in this video we are going to discuss more about the scheme programming language. In the previous lecture we have discussed some basic concept of scheme language. Now we are going to discuss some more concept about the scheme language. So our discussion start with binding in scheme. So binding, already we know binding means what? Binding means association between a value and a name. It is termed as binding. So in the case of scheme language there exist three types of binding. So the three binding construct used in scheme language are let star and let rec. So scheme language binding perform ചെയ്യാൻ വേണ്ടി നമ്മൾ three constructs use ചെയ്യും. Either we use let, then we can use let star, or we can use let rec. ഇത് ഓരോന്നിനും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. So the syntax of the three construct is identical, but they differ in the region they establish for their variable binding. ഈ മൂന്ന് പേരുടെയും whether we use let construct or let star or let rec, all of them have നോക്കുമ്പോൾ എല്ലാവരും ഐഡൻറ്റിക്കൽ ആണെന്ന് തോന്നുമെങ്കിലും ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ കൺസ്ട്രക്ട് വി ആർ യൂസിങ് അവരുടെ ബൈൻഡിങ്ങിൽ എന്ത് വരും, വ്യത്യാസം വരും. കാരണം ലെറ്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ബൈൻഡിങ് അല്ല ലെറ്റ് സ്റ്റാറിനുള്ളത്, അതായിരിക്കത്തില്ല ലെറ്റ് റെക്കിനുള്ളത്. So in a let expression the initial value are computed before any of the variable becomes bounded. So in the case of let expression the initial value are computed before any of the variable become bounded. Just definition മനസ്സിലാക്കുക, എക്സാമ്പിൾ വരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. In a let star expression the evaluation and binding are sequentially interleaved. In a let star expression the evaluation and binding are sequentially interleaved, and in let rec expression while the initial values are being computed all the binding are in effect. So this is the syntax. Just ഞാനൊരു എക്സാമ്പിൾ അവിടെ കൊടുക്കുകയാണ്. let x2 y3. ഇത് മീൻ ചെയ്യുന്നത് വി ആർ ബൈൻഡിങ് എക്സ് വിത്ത് ദ വാല്യൂ 2 ആൻഡ് വൈ വിത്ത് ദ വാല്യൂ 3. ഇനി ഈ ബൈൻഡിങ് എപ്പോഴാണ് പോസിബിൾ എന്ന് വെച്ചാൽ, അപ്പോൾ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കൺസ്ട്രക്റ്റ് കൊടുത്തത്, ലെറ്റ് എന്ന് പറഞ്ഞ കൺസ്ട്രക്റ്റ് കൊടുത്തത്. ലെറ്റ് എന്ന് പറഞ്ഞ കൺസ്ട്രക്റ്റ് കൊടുക്കുമ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻസ്, ലെറ്റിനകത്ത് നമ്മൾ എന്ത് കൊടുത്താലും അവിടെ ബൈൻഡിങ് പെർഫോം ചെയ്യും. ഇനി ഈ ലെറ്റിൻ്റെ ബൈൻഡിങ് ആക്ച്വലി എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ ലെറ്റിൻ്റെ ഓപ്പണിംഗ് ബ്രേസസ് കണ്ടോ, ഈ ഫസ്റ്റ് ലെറ്റ് കഴിഞ്ഞിരുന്ന ആദ്യത്തെ ഓപ്പണിംഗ് ബ്രേസസിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്ലോസിങ് പാരാൻതസിസ് വരുമ്പോൾ മാത്രമേ അവിടെ ബൈൻഡിങ് നടക്കുള്ളൂ. അതർവൈസ് ദർ വിൽ നോട്ട് ഒക്കേഴ്സ് എ ബൈൻഡിങ്. എപ്പോഴാണോ ഈ ലെറ്റിൻ്റെ ഓപ്പണിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്ലോസിങ് വരുന്നത് അന്നേരം മാത്രമേ ബൈൻഡിങ് നടക്കുള്ളൂ. അപ്പോൾ ഈ കേസിൽ ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു, ദെൻ ഓപ്പണിംഗ് ബ്രേസസ് കൊടുത്തു, ദെൻ എക്സും 2 എക്സിന് 2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു, അത് നമ്മളൊരു പാരാൻതസിസ് കൊടുത്തു. വൈക്ക് 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു, അതും പാരാൻതസിസ് കൊടുത്തു. അതിനുശേഷം ഈ ലെറ്റിൻ്റെ ഓപ്പണിംഗ് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു പൊസിഷൻ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ ബൈൻഡിങ് കഴിഞ്ഞു. മീൻസ് എക്സിന് 2 എന്നും കൊടുത്തു, വൈക്ക് 3 എന്നും കൊടുത്തു. എപ്പോഴും ഏതാണ്ട് ഈ ഒരു ക്ലോസിങ് ബ്രേസസ് കണ്ടോ, അതും കൂടെ എക്സിക്യൂട്ട് ആയതിനു ശേഷം മാത്രമേ എക്സിന് 2ഉം വൈക്ക് 3യും കൊടുക്കൂ. അല്ലാതെ ഈ x2 ഇതും അതാണ് y3 ഈ ഒരു ക്ലോസിങ് ബ്രേസസ് കഴിയുമ്പോൾ ഒരിക്കലും എന്താവില്ല, അവിടെ ബൈൻഡിങ് പെർഫോം ചെയ്യില്ല. ഈ ക്ലോസിങ് ലെറ്റിൻ്റെ ഓപ്പണിങ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോസിങ് എപ്പോഴാണോ പെർഫോം ചെയ്യുന്നത് അന്നേരം മാത്രമായിരിക്കും ലെറ്റിൻ്റെ ബൈൻഡിങ് ആക്ച്വലി നടക്കുന്നത്. സോ ഇവിടെ ലെറ്റിൻ്റെ ഓപ്പണിംഗ് തുടങ്ങി, ദെൻ x2 എന്ന് കൊടുത്തു, അതൊരു പാരാൻതസിസ് കൊടുത്തു. മീൻസ് വി ആർ ബൈൻഡിങ് ദ വാല്യൂ x2 ദ വേരിയബിൾ വി ആർ ബൈൻഡിങ് ദ വാല്യൂ 2 ടു ദ വേരിയബിൾ എക്സ്. അതിനുശേഷം വീണ്ടും നമ്മളൊരു പാരാൻതസിസിൽ y3 എന്ന് കൊടുത്തു. മീൻസ് വി ആർ ഹോൾഡിങ് ഓർ വി ആർ ബൈൻഡിങ് ദ വാല്യൂ 3 ടു y. അതിനുശേഷം ഞാൻ ഈ ലെറ്റിനെ ക്ലോസ് ചെയ്തു. സോ ആഫ്റ്റർ ദിസ് ക്ലോസിങ് ദ ബൈൻഡിങ് ഹാസ് ഒക്കേർഡ്. അതിനുശേഷം ഒരു സ്റ്റെപ്പാണ്, ഒരു ഫങ്ഷനാണ്. സോ എന്ത് ചെയ്തു, ഞാനത് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഞാനത് പാരാൻതസിസിനകത്ത് കൊടുത്തു സ്റ്റാർ എക്സ് വൈ. ദെൻ അപ്പം അതിനുശേഷം ഞാൻ ഈ ഓപ്പണിംഗ് ഇവിടെ ക്ലോസ് ചെയ്തു.
അപ്പം സ്റ്റാർ എക്സ് വൈ ഇവിടെ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2ഉം വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 2 * 3 is 6. ഓക്കെ, സിമിലർലി എഗെയിൻ ലെറ്റ്, അതിന് മുന്നേ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ലെറ്റ്, ദെൻ ലെറ്റിൻ്റെ ഓപ്പണിംഗ് താണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലെറ്റിൻ്റെ ഓപ്പണിംഗ് ഇവിടെ കൊടുത്തു, ദെൻ എഗെയിൻ വേറൊരു ഓപ്പണിംഗ് എക്സ്, ദെൻ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും ഓപ്പണിങ്ങിനകത്ത് +1 0. അപ്പം ദെൻ അത് കഴിഞ്ഞിട്ട് വൈയുടെ വാല്യൂ 2y2, അതിനുശേഷം വൈയുടെ പാരാൻതീസിസ് ക്ലോസ് ചെയ്തു, ദെൻ ലെറ്റാണോ ക്ലോസ് ചെയ്തിരിക്കുന്നത്, ലെറ്റല്ല, ഈ എക്സിൻ്റെ ക്ലോസ് ചെയ്തു, അതിനുശേഷം എഗെയിൻ +x y, ഈ ഓപ്പണിംഗ് കറസ്പോണ്ടിങ് ക്ലോസിങ്, ദെൻ ഈ ഒരു ക്ലോസിങ്. ഓക്കെ, വൺ ടു ത്രീ, ഇതിൻ്റെ കറസ്പോണ്ടിങ് ക്ലോസിങ് ഇവിടെ, എക്സിൻ്റെ ക്ലോസിങ് ഇവിടെ, ഇനി ലെറ്റ്. ആക്ച്വലി നമുക്ക് നോക്കാം, ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 1ഉം 0ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ 3 കിട്ടും, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 2ഉം കിട്ടി. ഓക്കെ, ആക്ച്വലി ഇവിടെ ഒരു കേർലി ബ്രേസസിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഒരെണ്ണം മാത്രം മതി. ഇപ്പം ഇതിവിടെ ഒരെണ്ണേ ഉള്ളേ, ലെറ്റിൻ്റെ ഓപ്പണിംഗ് ഇവിടെ ഒരെണ്ണമല്ല, ഇവിടെ ഒരു ക്ലോസിങ് കൂടെ ഉണ്ട് ഈ പൊസിഷനിൽ, അതാണ് പ്രശ്നം വന്നത്. അപ്പം ഇതാണ് ലെറ്റിൻ്റെ സ്റ്റാർട്ടിങ്, ആ ലെറ്റിൻ്റെ ക്ലോസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോസിങ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ബൈൻഡിങ് നടന്നു, എക്സിന് 1ഉം കിട്ടി, വൈക്ക് 2ഉം കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 1 + 2 y കിട്ടും. ഓക്കെ, the lambda expression does not give its function a name. It can be done using a let or define. ലാംഡ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, നെയിംലെസ് ഫങ്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫംഗ്ഷന് നെയിം കൊടുക്കണമെങ്കിൽ നമുക്ക് ഐദർ വി ക്യാൻ യൂസ് ഡിഫൈൻ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ലെറ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാം. ഓക്കെ, തണ്ട് എഗെയിൻ അനദർ എക്സാമ്പിൾ, ഓപ്പണിംഗ് ബ്രേസസ്, ലെറ്റിൻ്റെ ഓപ്പണിംഗ് കണ്ടോ, ഓപ്പണിംഗ് x23, ദെൻ ക്ലോസ് ചെയ്തേക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോസിങ് കഴിഞ്ഞു, ഇവിടെ ഈ എക്സിൻ്റെ ക്ലോസിംഗ് ആണ് കഴിഞ്ഞേക്കുന്നത്, ലെറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. അതിനുശേഷം എഗെയിൻ ഓപ്പൺ ചെയ്ത് വൈക്ക് 42, വൈയുടെയും ക്ലോസ് ചെയ്തു, അതിനുശേഷം ലെറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പൊസിഷൻ എത്തിയപ്പോൾ എക്സിനകത്ത് 23 ആയി, വൈക്ക് 42 ആയി. ദെൻ ഇനി +xy എന്ന് പറയുമ്പോഴത്തേക്ക് 23 + 42 = 65. ഓക്കെ, നെക്സ്റ്റ് again another example, ആദ്യമേ ഓപ്പണിംഗ്, ദെൻ ലെറ്റിൻ്റെ ഓപ്പണിംഗ് തുടങ്ങി, A3, എക്ക് 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു, അത് ക്ലോസ് ചെയ്തു, ബിക്ക് 4, അതും ക്ലോസ് ചെയ്തു, ലെറ്റ് ക്ലോസ് ആയിട്ടില്ലേ, സ്ക്വയർ ഓഫ്, ഇനി ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുകയാണ്, അത് വീണ്ടും സ്ക്വയർ ലാംഡ എക്സ്, ദെൻ സ്റ്റാർ XX. എന്നുവെച്ചാൽ എന്താണ്, സ്ക്വയർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്, സ്ക്വയർ. ഇനി എന്താണ് എക്സ്, എക്സ് ആണ് പാരാമീറ്റർ, സ്ക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റാർ XX. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ ആദ്യത്തെ ക്ലോസിംഗ് ഉണ്ട്, ലാംഡയുടെ ക്ലോസിംഗ് ഉണ്ട്, സ്ക്വയറിൻ്റെ ക്ലോസിംഗ് ഉണ്ട്. ദെൻ എഗെയിൻ എന്താണ്, പ്ലസ് ചെയ്യണം, പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അഡിഷൻ, അതും ക്ലോസ് ചെയ്തു. ദെൻ എഗെയിൻ ഈ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഈ ലെറ്റിൻ്റെ ക്ലോസിംഗ് ആണ്. ദെൻ എഗെയിൻ ഓപ്പൺ ചെയ്ത് SQRT, എഗെയിൻ ഓപ്പൺ ചെയ്ത് ഇതാണ് നമ്മളെ കംപ്ലീറ്റ് ഓപ്പറേഷൻ, SQRT പ്ലസ് സ്ക്വയർ A സ്ക്വയർ B. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ഒരു ക്ലോസിങ് പാരാൻതസിസ് എന്ന് വെച്ചാൽ ഈ ലെറ്റിൻ്റെ ഓപ്പണിങ്ങിൻ്റെ കറസ്പോണ്ടിങ് ക്ലോസിങ് ഇവിടാണ്. അപ്പോൾ ഈ പാരാൻതസിസ് കഴിയുമ്പോഴത്തേക്ക് എയുടെ വാല്യൂ 3y, B 4y. അപ്പം ഇനി ചെയ്യേണ്ടത് ഇന്നർ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. സ്ക്വയർ എ എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ഇങ്ങോട്ട് വരും, സ്ക്വയർ എ എന്ന് പറയുമ്പോഴത്തേക്ക് എയുടെ വാല്യൂ 3 അല്ലേ, അപ്പം 3 * 3 9. ദെൻ സ്ക്വയർ ബി, എഗെയിൻ നമ്മുടെ കോൾ ഇങ്ങോട്ട് വരും, സ്ക്വയർ ബി എന്ന് പറയുമ്പോഴത്തേക്ക് 4 * 4 ദാറ്റ് ഈസ് 16. അപ്പം ദെൻ പ്ലസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് 9 + 16 which is equal to 25. 25ൻ്റെ സ്ക്വയർ SQRT എന്ന് പറയുമ്പോൾ 25ൻ്റെ സ്ക്വയർ റൂട്ട് is 5. Okay, so the special form let take 2 or more arguments. The first of this is the list of pairs. In each pair the next let എന്ന് പറയുന്നത്
ഇറ്റ് ക്യാൻ ടേക്ക് ഒന്നുകിൽ 2 ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എത്ര ആർഗ്യുമെൻറ്റ്സിന് വേണമെങ്കിലും എടുക്കാം. ഇതാണ് ആർഗ്യുമെൻറ്റ്സ്. ഈ ആർഗ്യുമെൻറ്റ്സിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ദിസ് ഇസ് എ ലിസ്റ്റ് ഓഫ് പെയർസ്. ഇനി ഇതെല്ലാം ലിസ്റ്റ് ഓഫ് പെയർസ് ആണ്. ഈ പെയറിൽ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് നെയിം ആയിരിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് ആ നെയിം ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ദ ഫസ്റ്റ് ഓഫ് ദീസ് ഇസ് എ ലിസ്റ്റ് ഓഫ് പെയർസ്. അതാണ് ലെറ്റിൻ്റെ ആദ്യത്തെ എൻട്രീസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് പെയർസ് ആയിരിക്കും. ആ പെയർസിനകത്ത് തന്നെ ഒരു പെയറിൽ ആദ്യം കാണുന്നത് നെയിമും പിന്നീട് കാണുന്നത് ആ നെയിം ഹോൾഡ് ചെയ്യുന്ന വാല്യൂമായിരിക്കും. ഓക്കെ, the remaining arguments are then evaluated in order. The value of the construct as a whole is the value of the final argument. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ്, ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ, ഇതിൻ്റെ ആക്ച്വൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ലാസ്റ്റ് സ്റ്റെപ്പ് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ഇതിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് സ്റ്റെപ്പിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. എഗെയിൻ ഇവിടെ അനദർ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഓപ്പൺ ചെയ്തു, ലെറ്റിൻ്റെ ഓപ്പണിംഗ്, ദെൻ x2 y3 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ലെറ്റിൻ്റെ ഓപ്പണിങ്ങിൻ്റെ കറസ്പോണ്ടിങ് ക്ലോസിങ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ക്ലോസിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സിന് 2y, വൈക്ക് 3y. എഗെയിൻ ഓപ്പൺ ചെയ്തു, ലെറ്റിൻ്റെ ഓപ്പൺ വന്നു, x7. എക്സിന് എന്തെന്ന് കൊടുത്തു? 7 കൊടുത്തു. പക്ഷേ ലെറ്റിൻ്റെ ക്ലോസിങ്, ലെറ്റിൻ്റെ ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ കറസ്പോണ്ടിങ് ക്ലോസിങ് ഇവിടെ വന്നിട്ടില്ല. വരാത്ത സ്ഥിതിക്ക് ഇതുവരെയും എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്, 7 ആയിട്ടില്ല. ഈ കറസ്പോണ്ടിങ് ലെറ്റിൻ്റെ ക്ലോസിങ് എപ്പോഴാണോ വരുന്നത് അന്നേരം മാത്രമേ എക്സിൻ്റെ വാല്യൂ എന്താവുള്ളൂ? 7 ആവുള്ളൂ. അതുവരെയും 2 തന്നെ ആയിരിക്കും. ദെൻ എഗെയിൻ അതിനകത്ത് ഓപ്പറേഷനാണ് ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. എഗെയിൻ ഓപ്പൺ ബ്രേസസ് പ്ലസ് XY. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് എക്സിൻ്റെ വാല്യൂ ഇപ്പോഴും എന്ത് തന്നെയാണ്? എക്സ് 2 തന്നെയാണ്, ഒരിക്കലും 7 ആവില്ല. 7 ആകത്തിൻ്റെ കാര്യം എന്താ? ഈ ഓപ്പണിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോസിങ് വന്നിട്ടില്ല. അത് ആ ക്ലോസിങ് വരുമ്പോൾ മാത്രമേ എക്സിന് എന്താവുള്ളൂ? 7. അപ്പോൾ ഈ സ്റ്റെപ്പിൽ വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ എപ്പോഴും 2 തന്നെയാണ്. അപ്പം 2 + 3 വിച്ച് ഇസ് ഈക്വൽ ടു 5. അതിനുശേഷം ദാണ്ട് ഈ ഓപ്പണിങ്ങിൻ്റെ കറസ്പോണ്ടിങ് ക്ലോസിംഗ് ഉണ്ട്, ഇസഡിന് മുന്നേ ഉള്ളതിൻ്റെ ക്ലോസിംഗ് ഉണ്ട്, ദെൻ ഏത് ക്ലോസിംഗ് ഉണ്ട്? ഈ ലെറ്റിൻ്റെ ക്ലോസിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പം ഇപ്പം ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2 * 3 ദാറ്റ് ഇസ് 5. 2 + 5 ദാറ്റ് ഇസ് 5 ആയിരുന്നു. അതിനുശേഷം ഇവിടെ ലെറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി എക്സിൻ്റെ വാല്യൂ എന്താ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 7 ആയി. അപ്പം ലാസ്റ്റ് സ്റ്റെപ്പിൽ സ്റ്റാർ ഇസഡ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇസഡിൻ്റെ വാല്യൂ 5ഉം എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായി മാറി? 7 ആയി. എന്ന് വെച്ചാൽ 5 * 7 വിച്ച് ഇസ് ഈക്വൽ ടു 35. ഓക്കെ, ലെറ്റ് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കവിടെ ക്ലോസിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ദ വൺ പ്രോബ്ലം വിത്ത് ലെറ്റ് ഇസ് ദാറ്റ് ദ ഇനിഷ്യൽ വാല്യൂ ആർ കമ്പ്യൂട്ടഡ് ബിഫോർ എനി ഓഫ് ദ വേരിയബിൾ ബിക്കം ബൗണ്ടഡ്. എന്നുവെച്ചാൽ ഒരു വേരിയബിൾ ബൗണ്ട് ആകും. അപ്പോൾ ഒരു ലെറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ ബൗണ്ട് ആവുന്നുള്ളൂ. ആ ബൗണ്ടിങ് വരാത്തിടത്തോളം കാലം അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ തന്നെ ആയിരിക്കും നമ്മൾ എപ്പോഴും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ലെറ്റ് ഓപ്പൺ ചെയ്തു, ദെൻ x3. ഇവിടെ ലെറ്റ് എന്ത് ചെയ്തിട്ടില്ല? ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പം എക്സിന് 3 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് എടുക്കാറ് ആയിട്ടില്ല. എക്സിന് ആക്ച്വലി ഇവിടെ വാല്യൂ വന്നിട്ടില്ല. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ, ലെറ്റ് സ്റ്റാർ. ഇവിടെ ലെറ്റ് സ്റ്റാർ ആണേ, x3. ഇവിടെ ഈ ലെറ്റ് സ്റ്റാറിൻ്റെ ഓപ്പണിംഗ് കൊടുത്തു, പക്ഷേ ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല. ക്ലോസ് ചെയ്തില്ലെങ്കിലും എന്തില്ല? പ്രോബ്ലം ഇല്ല. എക്സിൻ്റെ വാല്യൂ ആക്ച്വലി ബൗണ്ടായി കഴിഞ്ഞു. ഇനി വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് +x1 എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂവിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ എന്താണ്? 3 + 1 എന്ന് പറയുന്നത് 4. അപ്പോൾ വൈയുടെ വാല്യൂ 4. ദെൻ അതിനുശേഷം +xy. അപ്പം എക്സിൻ്റെ വാല്യൂ 3 + വൈയുടെ വാല്യൂ 4. 3 + 4 വിച്ച് ഇസ് ഈക്വൽ ടു 7. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണ്? ലെറ്റ് സ്റ്റാർ മീൻസ് ഈ ക്ലോസിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പണിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോസിങ് വന്നില്ലെങ്കിലും അവിടെ എന്താണ്? ബൈൻഡിങ് പോസിബിളാണ്. ഓക്കെ, പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഈ ലെറ്റിൻ്റെ ഓപ്പണിംഗ് കറസ്പോണ്ടിങ് ക്ലോസിങ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ബൈൻഡിങ് നടക്കുള്ളൂ. ലെറ്റ് സ്റ്റാറിൽ അങ്ങനൊരു പ്രശ്നം ഇല്ല. ഓക്കെ, സോ സെയിം ജസ്റ്റ് ഗോ ത്രൂ ദിസ് എക്സാമ്പിൾ. ഈ ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾ നോക്കുക കേട്ടോ.
നെക്സ്റ്റ് ഇസ് ലെറ്റ് റെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെറ്റ് റെക്റ്റ് ഇറ്റ് പ്രൊവൈഡ് എ വേ ഇൻ വിച്ച് നെയിം ബിക്കം വിസിബിൾ ഓൾ അറ്റ് വൺസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡിക്ലറേഷൻ സപ്പോർട്ട് ദ ക്രിയേഷൻ ഓഫ് റിക്കേഴ്സീവ് ഫങ്ഷൻസ്. റിക്കേഴ്സീവ് ഫങ്ഷൻ കോൾസ് എനേബിൾ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത് ലെറ്റ് റെക് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഇപ്പോൾ ഒരു കോളിൽ ഇപ്പോൾ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന ഇപ്പോൾ 5ൻ്റെ ഫാക്ടോറിയൽ ആണെങ്കിൽ ആദ്യമേ 5 റീഡ് ചെയ്യുന്നു, ദെൻ 5 - 1 4, ദെൻ 4 - 1 3, 3 - 1 2, 2 - 1 1. അപ്പോൾ ഈ ഓരോ വാല്യൂസും ഓട്ടോമാറ്റിക്കലി റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഏത് യൂസ് ചെയ്യുക, ലെറ്റ് റെക് എന്ന് പറഞ്ഞ കൺസ്ട്രക്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് യൂസ് ചെയ്യാം, ലെറ്റ് സ്റ്റാർ യൂസ് ചെയ്യാം, ലെറ്റ് റെക് യൂസ് ചെയ്യാം. All these constructors are used for performing binding in the scheme language. Scheme languageൽ ബൈൻഡിങ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ 3 കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെറ്റ് റെക് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഇപ്പം എന്താ ഫാക്റ്റ് 5 എന്ന് പറഞ്ഞ് വിളിച്ചു. ആക്ച്വലി എന്താണ് 5 ഇവിടെ പാസ് ചെയ്യുന്നു, എന്നിൻ്റെ വാല്യൂ 1 ആണെന്ന് നോക്കും. 1 അല്ലെങ്കിൽ എന്താണ് എന്ത് ചെയ്യും, n 5 star fact of n minus 1 പ്രിഫിക്സ് കൊടുക്കുമ്പോഴാണ് സ്റ്റാർ n fact of minus n 1 എന്നൊക്കെ വരുന്നത്. ഓക്കെ, ദറ്റ് ഈസ് n star fact of n minus 1. 5 star n minus 1 എന്ന് പറയുന്നത് 4. അതിങ്ങനെ റിക്കേഴ്സീവ്ലി ദെൻ 4 star 3, 3 star 2, 2 star 1 ഇങ്ങനെ റിക്കേഴ്സീവ്ലി വന്നുകൊണ്ടിരിക്കാൻ വേണ്ടി ആണ് നമ്മൾ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, ലെറ്റ് റെക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ അപ്പം ബൈൻഡിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ കൺട്രോൾ ഫ്ലോ മെക്കാനിസം ഇസ് എനേബിൾഡ് ഇൻ സ്കീം ലാംഗ്വേജ്. മെയിൻലി 2 types ഓഫ് കൺട്രോൾ ഫ്ലോ ആണ് ഇവിടെ ഉള്ളത്. അത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 2-way സെലക്റ്റും, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ മൾട്ടി-വേ സെലക്റ്റ്. 2-way സെലക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഫ് എന്ന് പറഞ്ഞ കൺസ്ട്രക്റ്റ് യൂസ് ചെയ്യും. മൾട്ടി-വേ സെലക്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടീഷൻ എന്ന് പറയുന്ന പാരാമീറ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്കീം use 2 different constructors for control flow. If you use scheme 2-way selector ആണെങ്കിൽ നമ്മൾ if ആയിരിക്കും യൂസ് ചെയ്തത്. ഇഫിന് 3 പാരാമീറ്റേഴ്സ് ഉണ്ട് നമുക്കറിയാം. ഇഫിൻ്റെ എക്സ്പ്രഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ദെൻ എക്സ്പ്രഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എൽസ് എക്സ്പ്രഷൻ. ഓക്കെ, എക്സാമ്പിൾ ഇഫ് സിൻറ്റാക്സ് ഇഫ് പ്രെഡിക്കേറ്റ് ദെൻ എക്സ്പ്രഷൻ എൽസ് എക്സ്പ്രഷൻ. ഇഫ് ഫോർ എക്സാമ്പിൾ ഇഫ് 5 greater than 2 ആണെങ്കിൽ എസ് അല്ലെങ്കിൽ നോ. ഇവിടെ എന്ത് റിട്ടേൺ ചെയ്യും, 5 greater than 2 ആണ്, സോ റിട്ടേൺ എസ്. ഇഫ് 5 greater than 2 അങ്ങനെയാണെങ്കിൽ പ്ലസ് 5 2 അല്ലെങ്കിൽ 5 - 2. 5 greater than 2 ആണല്ലോ, അപ്പം 5 + 2 ചെയ്യും, ദാറ്റ് ഈസ് 7 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി സ്കീമിൻ്റെ മൾട്ടി-വേ സെലക്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് സ്കീമിൻ്റെ 2-way സെലക്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഫ് യൂസ് ചെയ്യും. ഇനി സ്കീമിൻ്റെ മൾട്ടി-വേ സെലക്ട്. മൾട്ടി-വേ സെലക്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. സോ കണ്ടീഷൻ, ദെൻ കണ്ടീഷനെ ബേസ് ചെയ്തുള്ള പ്രീ ഡെഫിനിഷൻ എക്സ്പ്രഷൻ 1, എക്സ്പ്രഷൻ 2, എക്സ്പ്രഷൻ 3 അങ്ങനെ എന്ന് വെച്ചാൽ സിമിലർ ടു സ്വിച്ച് ഇൻ സിക്കകത്ത് സ്വിച്ച് യൂസ് ചെയ്യില്ല, അത് കണക്ക്. ഏതെങ്കിലും ഒരു കേസ് ട്രൂ ആവുന്നത് വരെ നമ്മൾ പല കേസുകൾ നോക്കും. ഏതെങ്കിലും ഒരു കേസ് ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും പുറത്തിറങ്ങും. ഇനി ഒരു കേസും എന്തായാലും ട്രൂ ആയിരുന്നെങ്കിൽ നമ്മൾ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും, സെയിം തന്നെ. ഓക്കെ, so the predicate of the parameters are evaluated one at a time from first until one evaluate to true. ഓരോ എക്സ്പ്രഷൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എടുത്തു നോക്കും. എപ്പോൾ വരെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് ട്രൂ ആകുന്നത് വരെ. ഒരു കേസ് ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ഗെറ്റ് എക്സെപ്റ്റ്. ഇനി ഒരു പ്രെഡിക്കേറ്റും ശരിയില്ലെങ്കിൽ ഒരു എക്സ്പ്രഷനും ട്രൂ ആയിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ എൽസ് പാർട്ട് evaluate. If none of the predicate are true, then there is an else part, its expression is evaluated and value is returned. ജസ്റ്റ് ഇവിടെ നമ്മളൊരു കമ്പയർ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, അപ്പം കമ്പയർ, അപ്പം നെയിം കൊടുക്കാൻ വേണ്ടി ഞാൻ എന്ത് കൊടുത്തു, കമ്പയർ എന്ന് പറയുന്ന നെയിം കൊടുക്കുന്നത് കൊണ്ട് ഡിഫൈൻ എന്ന് പറയുന്ന കീവേഡ് ഞാൻ ഫ്രണ്ടിൽ കൊടുത്തു, കമ്പയർ XY. കണ്ടീഷൻ ഇതാണ്, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യണം, വൈ ഇസ് ഗ്രേറ്റർ ദാൻ. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് കൊടുക്കുക. ഇനി എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ വൈ ഇസ് ഗ്രേറ്റർ എന്ന് കൊടുക്കുക. ഇത് രണ്ടും അല്ലെങ്കിൽ എൽസ് പാർട്ടിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, എക്സും വൈയും ഈക്വൽ ആണെന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് തൊട്ടടുത്ത സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ലിസ്റ്റ് ഫങ്ഷൻസ്.
ലിസ്റ്റിനകത്ത് വരുന്ന ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ലിസ്റ്റിലെ എലമെൻറ്റ്സിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടുന്ന ഫങ്ഷൻസ്. ഈ ഫങ്ഷൻസ് ഓൾറെഡി ഞാൻ നമ്മൾ പ്രീവിയസ് ഈ മൊഡ്യൂളിലല്ല, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഓർ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ 3 ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ CAR, CDR ആൻഡ് CONS. CAR എന്ന് പറയുന്നത് ഇറ്റ് ടേക്ക് എ ലിസ്റ്റ് പാരാമീറ്റർ റിട്ടേൺ ദി ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ലിസ്റ്റ്. CARനകത്ത് നമ്മൾ ഒരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ റിട്ടേൺ ചെയ്യുന്നത്? ആ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. CDR എന്ന് പറയുന്നത് CDRൽ നമ്മളൊരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻ്റ് ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് എലമെൻറ്റ് റിട്ടേൺ ചെയ്യും. CDR take a list parameter, return the list after removing its first element. CONS എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി കോൺകാറ്റിനേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് CONS യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ CAR എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് റിട്ടേൺ ചെയ്യാം. അപ്പോൾ CAR ഞാൻ ABC എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? ABC എന്ന് പറഞ്ഞ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്? A. അതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ദാറ്റ് ഇറ്റ് ഈൽഡ്സ് A. അനദർ എക്സാമ്പിൾ CAR, ഇവിടെ ലിസ്റ്റിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്. AB എന്ന് പറയുന്നത് ഒരു എലമെൻറ്റാണ്, ദെൻ C, അതിനുശേഷം D. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. CAR എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്? AB, അത് LD. ഇനി CDR എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തിനാണ്? ഫസ്റ്റ് എലമെൻറ്റ് ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യും. CDR ഓഫ് ABC എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് എലമെൻറ്റ് ഒഴിച്ച്, ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്? ഇവിടെ A ആണ്, അതൊഴിച്ച് ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ B ആൻഡ് C. CDR ഓഫ് ABCD എന്ന് പറയുമ്പോൾ ഇവിടെ AB ആണ് ഫസ്റ്റ് എലമെൻറ്റ്, അതിനുശേഷമുള്ള ബാക്കിയെല്ലാം, ദാറ്റ് ഇസ് CD. CONS ആക്ച്വലി യൂസ് ചെയ്യുന്നത് കോൺകാറ്റിനേഷൻ. A ദെൻ BC റിട്ടേൺസ് ABC. അതൊരു സിംഗിൾ ലിസ്റ്റായിട്ട് റിട്ടേൺ ചെയ്യും. ഇവിടെ 2 ലിസ്റ്റായിരുന്നു. ആദ്യത്തെ ലിസ്റ്റിൽ A മാത്രം, രണ്ടാമത്തെ ലിസ്റ്റിൽ Bയും C. ഇവിടെ ഒറ്റ സിംഗിൾ ലിസ്റ്റ്. സോ ദ 3 ബേസിക് ലിസ്റ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് CAR, CDR ആൻഡ് CONS. ഓക്കെ, ദെൻ സ്കീം എക്സ്പ്രഷൻ ഇവാലുവേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. യൂസർ ഇൻട്രാക്ട് വിത്ത് ദ സ്കീം ത്രൂ എ റീഡ്, ഇവാൽ, പ്രിൻറ്റ് ലൂപ്പ്. Scheme expressions are also called as expressions or symbolic expressions are either list or atom. Atom എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എലമെൻറ്റ്, ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിസ്റ്റ് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് വരുന്നത്. ഇപ്പോൾ സ്കീമിൻ്റെ എക്സ്പ്രഷൻസിന് നമ്മൾ എന്തെന്ന് പറയും? എസ് എക്സ്പ്രഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ സിംബോളിക് എക്സ്പ്രഷൻസ്. ആ എക്സ്പ്രഷൻസിനകത്ത് ആക്ച്വലി എന്താ ഉള്ളത്? ഒന്നെങ്കിൽ ഒരു സിംഗിൾ എലമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആറ്റം എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ലിസ്റ്റ് എന്ന് പറയും. എ പാരന്തൈസ്ഡ് string of symbols is called as expression regardless of whether we think of it as a program or a list. An unevaluated program is a list and can be constructed, deconstructed and otherwise manipulated with all the usual list functions. Next, equality and identity. Equality ചെക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി അറിയാൻ വേണ്ടി നമ്മൾ 3 ഫങ്ഷൻസ് യൂസ് ചെയ്യും. ഇറ്റ് ഈസ് ഐദർ വി യൂസ് ഈക്വൽ ഓർ EQV or EQ. Equal, EQV or EQ. So scheme provide 3 primitives for equality and identity testing. അത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EQ. EQ is a pointer comparison. It returns true if and only if its arguments literally refers to the same object in memory. അപ്പം EQ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ഒബ്ജക്റ്റുകൾ കൊടുക്കുകയാണെങ്കിൽ ഇഫ് ആ 2 ഒബ്ജക്റ്റും സെയിം മെമ്മറി ലൊക്കേഷനിലോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺസ് ട്രൂ. EQ returns true if and only if its arguments literally refers to the same object. 2 symbols that look the same are EQ. എന്നുവെച്ചാൽ 2 സിമ്പിൾസ് കണ്ടു കഴിഞ്ഞാൽ ഒരേ കണക്കിരിക്കുന്ന 2 സിമ്പിൾസ് ആണെങ്കിലും അത് എന്ത് ചെയ്യും? ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. 2 വേരിയബിൾസ് ദാറ്റ് റെഫേഴ്സ് ടു ദ സെയിം ഒബ്ജക്ട്സ് ആർ EQ. EQV എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? EQV ആക്ച്വലി ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ്സ് ആർ EQ ഓർ ഇഫ് ഇറ്റ്സ് ആർഗ്യുമെൻറ്റ്സ് ആർ നമ്പർ ദാറ്റ് ഹാവ് ദി സെയിം വാല്യൂ. എന്നുവെച്ചാൽ ഒന്നെങ്കിൽ EQ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ 2 പേരും എന്താണ് സെയിം നമ്പേഴ്സ്. എന്ന് വെച്ചാൽ 2 നമ്പേഴ്സിൻ്റെ ടൈപ്പ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇപ്പോൾ 10ഉം 10.0
10 എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻറ്റിജർ, 10.0 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, പക്ഷേ അത് ഈക്വൽ അല്ല. ഇനി EQV does not convert integer or floating when comparing integer and float though. ഈക്വൽ ആക്ച്വലി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? രണ്ട് പേർക്കും സെയിം സ്ട്രക്ചർ ആണെങ്കിൽ ഈക്വൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഈക്വൽ റിട്ടേൺസ് ട്രൂ if its arguments have the same structure. Two objects that are EQ are both equal and EQV. ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മെമ്മറി ലൊക്കേഷനിലോട്ട് പോയിൻ്റ് ചെയ്യുന്ന അങ്ങനെയുള്ളതാണ് ഈക്വൽ എപ്പോഴും ട്രൂ റിട്ടേൺ ചെയ്തത്. അങ്ങനെയുള്ളവരെല്ലാവരും എന്തായിരിക്കും? EQVയും ട്രൂ ആയിരിക്കും, ഈക്വലും ട്രൂ ആയിരിക്കും. Two objects that are EQV are equal but not necessarily EQV. എന്താ? EQV ട്രൂ ആയിട്ട് വരുന്ന രണ്ട് ഒബ്ജക്ട്സിന് എന്തും ട്രൂ ആയിരിക്കും, ഈക്വലും ട്രൂ ആയിരിക്കും. പക്ഷേ എന്ത് ട്രൂ ആയിരിക്കണമെന്നില്ല? EQ ട്രൂ ആയിരിക്കണമെന്നില്ല. Two objects that are equal are not necessarily EQV or EQ. രണ്ട് ഒബ്ജക്ട്സ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും അതിൻ്റെ EQVയും EQയും ട്രൂ ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. EQ is sometimes called an identity comparison and equal is called an identity equality comparison. EQ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഒരേ കണക്കിരിക്കുവാണോ എന്ന് നോക്കും. ദെൻ ഈക്വൽ എന്ന് പറയുന്നത് ഇക്വാളിറ്റി എന്ന് വെച്ചാൽ അവരുടെ സ്ട്രക്ചേഴ്സ് ഈക്വൽ ആണോ എന്ന് നോക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഒരു ലിസ്റ്റ് അതിൻ്റെ നെയിം ഞാൻ കൊടുത്തിരിക്കുന്നത് കാം. ലിസ്റ്റിനകത്ത് 1 2 3 4 ഉണ്ട്. എഗെയിൻ ഞാൻ വേറെ ലിസ്റ്റ് ഡിഫൈൻ ചെയ്തു ഒക്ടോപ്പസ്. ഒക്ടോപ്പസിൽ ഏത് തന്നെയാണ് വാല്യൂ? കാം തന്നെയാണ് വാല്യൂ എന്ന് പറയുമ്പോൾ ഈ 1 2 3 4. അപ്പം ഈ കാം ആൻഡ് ഒക്ടോപ്പസ് രണ്ടുപേരും ഈ സെയിം ലിസ്റ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? പോയിൻ്റ് ചെയ്യുന്നത്. ഡിഫൈൻ കാം. ഇത് ഞാൻ ജസ്റ്റ് ലിസ്റ്റാണ്. എന്ത് 1 2 3 എന്ന് കൊടുത്തിരിക്കുന്നത് ലിസ്റ്റാണ്, ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ ലിസ്റ്റ്. എൻ്റെ ഫ്രണ്ടിൽ എന്തും കൊടുത്തിട്ടുണ്ട്, ഒരു കോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലിസ്റ്റാണ്. ആ ലിസ്റ്റിൻ്റെ നെയിമാണ് കാം. നെയിം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഏത് ടേമോട് കൊടുത്തിരുന്നത്? ഡിഫൈൻ. ഞാൻ ഇനി വേറൊരു നെയിമോട് കൊടുക്കുന്നു ഒക്ടോപ്പസ്. ആർക്ക് വേണ്ടിയാണ്? ഈ കാമിന് തന്നെയാണ്. EQ കാം EQ കാം ഈ രണ്ട് കാമും ഈക്വലാണോ? ആണ്. കാരണം കാം ഈക്വൽ ടു കാം. കാരണം രണ്ടും എന്തിനാണ്? 1 2 3ലോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്. EQ കാം ഒക്ടോപ്പസ് ആണല്ലോ. അത് രണ്ടും സെയിം തന്നെ. രണ്ടുപേരും ഈ 1 2 3 എന്ന് പറയുന്ന ലിസ്റ്റിലോട്ടാണ്ടേ. ഒക്ടോപ്പസ് എന്ന് പറയുന്നത് കാം തന്നെയാണ്. അപ്പോൾ അതും ഈക്വൽ തന്നെയാണ്. EQV 1 2 3 1 2 3 അത് ഈക്വൽ ആകണമെന്ന് നിർബന്ധം ഇല്ല. EQV രണ്ട് ലിസ്റ്റ് EQV ഇല്ല. ലിസ്റ്റ് 1 2 3 എഗെയിൻ ലിസ്റ്റ് 1 2 3 അത് നിർബന്ധമാണ്, ട്രൂ ആവണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. EQV 10 10 ഇത് രണ്ടും വാല്യൂസാണ്, ജസ്റ്റ് ന്യൂമറിക് വാല്യൂസ്. അത് രണ്ടും ഈക്വലാണ്. EQV 10 10 അതും ഈക്വൽ തന്നെയാണ്. EQV 10.0 10.0 അതും ഈക്വലാണ്. EQV 10.0 10 ഇവിടെ ആദ്യത്തേതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫ്ലോട്ടിംഗ് പോയിൻറ്റ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻറ്റിജർ. അത് EQV ആണോ? അല്ല. സോ ഇറ്റ് റിട്ടേൺസ് ഫോൾസ്. ദെൻ ഈക്വൽ കാം 1 2 3 ഈക്വൽ കാം 1 2 3 കാമിലുള്ളതും 1 2 3 എന്ന ലിസ്റ്റും ഈക്വൽ ആണോ? ആണ്. സോ ഇറ്റ് റിട്ടേൺസ് ട്രൂ. ഈക്വൽ 1 2 3 1 2 3 ആണ്. രണ്ട് പേർക്കും ഒരേ സ്ട്രക്ചർ അല്ലേ? എന്ന് വെച്ചാൽ 3 എലമെൻറ്റ്സ് രണ്ട് പേർക്കും ഒരേ സ്ട്രക്ചർ തന്നെ. സോ ഇറ്റ് റിട്ടേൺസ് ട്രൂ. നൗ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടു സെർച്ച് ആൻ എലമെൻറ്റ് ഇൻ എ ലിസ്റ്റ് വി മേ യൂസ് 3 ഫങ്ഷൻസ് ഇൻ സ്കീം. ഒരു ലിസ്റ്റിനകത്ത് എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി സ്കീം 2 സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? MMQ ആൻഡ് MMV. ഓക്കെ. സോ ദ ഫങ്ഷൻസ് MMQ, MMV and member takes an element and a list as search function arguments and return the longest suffix of the list beginning with the element. അപ്പം ഒരു ലിസ്റ്റിൽ ഒരു എലമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് 3 ഫങ്ഷൻസ് യൂസ് ചെയ്യാം. ഐദർ വി ക്യാൻ യൂസ് MMQ ഓർ MMV ഓർ മെമ്പർ. ഓക്കെ. ഇനി ഈ ഫങ്ഷൻസിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റും ഏത് ലിസ്റ്റിലാണോ സെർച്ച് ചെയ്യേണ്ടത് ആ ലിസ്റ്റ്. സോ ദോസ് ആർ ദി ആർഗ്യുമെൻറ്റ്സ് ഓഫ് ദിസ് ഫങ്ഷൻസ്. ഇനി ഓരോരുത്തരും റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ താണ്ട് MMQ ആണ് ഞാൻ ആദ്യം പറയുന്നത്. MMQ Z ഉണ്ടോ ഇല്ലയോ എന്നാണ് എനിക്കറിയേണ്ടത്. എൻ്റെ സെർച്ചിങ് ലിസ്റ്റ് എന്ന് പറയുന്നത്
എക്സ് വൈ ഇസഡ് ഡബ്ല്യു. അപ്പം നമ്മൾ പറഞ്ഞു സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് ഉണ്ടെങ്കിൽ ആ സെർച്ചിങ് എലമെൻറ്റ് തൊട്ട് ബാക്കി കംപ്ലീറ്റ് ഡിസ്പ്ലേ ചെയ്യും. അപ്പം ഇസഡ് ഇതിനകത്തുണ്ടോ? ഉണ്ട്, അതുകൊണ്ട് ഈ പൊസിഷൻ. അപ്പോൾ ആ പൊസിഷൻ തൊട്ട് ബാക്കിയുള്ള ഇസഡ് ഡബ്ല്യു റിട്ടേൺ ചെയ്യും. നെക്സ്റ്റ് ഇസ് MMV ഇസഡ്. ഇത് MMQ വെച്ചിട്ടുള്ള സെർച്ചിങ്. നെക്സ്റ്റ് MMV. അപ്പം MMQ എന്ന് പറയുന്നത് ആക്ച്വലി ആ ലിസ്റ്റ് MMQ വയ്ക്കുമ്പോഴത്തേക്ക് എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ എലമെൻറ്റ് പ്ലസ് അതിൻ്റെ ബാക്കി വരുന്ന എലമെൻറ്റ് കംപ്ലീറ്റ് ഡിസ്പ്ലേ ചെയ്യും. ഇനി MMV എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ EQVക്ക് സിമിലറാണ്. അതൊന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് മാത്രം റിട്ടേൺ ചെയ്യും. അപ്പം MMV ഇസഡ് എക്സ് വൈ ഇസഡ് ഡബ്ല്യു എന്ന് വെച്ചാൽ ഇസഡ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഉണ്ടോ എന്നാണ്. അപ്പം ഇവിടെ ഇസഡ് തണ്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു അനദർ എലമെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആണോ? രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് മെമ്പർ ഇസഡ്, എക്സ് വൈ ഇസഡ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ജസ്റ്റ് രണ്ട് പേർക്കും സെയിം സ്ട്രക്ചർ ആണോ നോക്കും. ഇവിടെ ഇസഡിൻ്റെ സ്ട്രക്ചർ ഇതാണ്, ഇവിടെ ഇസഡിൻ്റെ സ്ട്രക്ചർ ഇതാണ്. സോ ഇറ്റ് വിൽ റിട്ടേൺസ് ട്രൂ. So the MMQ, MMV and member functions perform their comparison using EQ, EQV and equal. Okay. അപ്പം MMQ ഏത് വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത്? EQ എന്ന് വെച്ചിട്ടാണ്. MMV, EQV, the member എന്ന് പറഞ്ഞാൽ equal. Okay. They return false if the desired element is not found. So thank you. That's all this lecture.